നമസ്കാരം. നിന്റെ വാക്കുകൾ നിന്റെ ആത്മാവിന്റെ നിലവാരം വെളിപ്പെടുത്തും. മഹാത്മാഗാന്ധിയുടെ ഈ പ്രശസ്തമായ വരികളോടെ കഥാനേരത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. ഒരാള് അതിരാവിലെ തന്നെ സോക്രട്ടീസിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് താങ്കളുടെ പ്രിയ ചെങ്ങാതിയെക്കുറിച്ച് ഞാനൊരു കാര്യം കേട്ടു. അയാൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപേ സോക്രട്ടീസ് അയാളോട് ചോദിച്ചു, സുഹൃത്തെ, ഞാൻ നിങ്ങളോട് 3 ചോദ്യങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1, ഈ കേട്ട കാര്യം സത്യമാണെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? അന്നയാൾ പറഞ്ഞു, ഇല്ല, അതെനിക്ക് ഉറപ്പൊന്നുമില്ല, ഞാൻ കേട്ടു എന്ന് മാത്രം. അപ്പോ രണ്ടാമത്തെ ചോദ്യം, കേട്ടത് ഒരു നല്ല കാര്യമാണോ? അപ്പോ അയാൾ പറഞ്ഞു, അല്ല, അതത്ര നല്ല കാര്യമല്ല. സോക്രട്ടീസിന്റെ മൂന്നാമത്തെ ചോദ്യം, താങ്കൾ പറയുവാൻ പോകുന്ന കാര്യം കേട്ടതുകൊണ്ട് താങ്കൾക്കോ എനിക്കോ എന്തെങ്കിലും നേട്ടമുണ്ടോ? വന്നയാൾ പറഞ്ഞു, ഇല്ല, ഒരു നേട്ടവും ഉണ്ടാവില്ല. അപ്പോ സോക്രട്ടീസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കേട്ട കാര്യം സത്യമാണെന്നുറപ്പില്ല, നല്ല വാർത്തയല്ല. ഞാൻ ഈ കാര്യം കേട്ടതുകൊണ്ട് നമുക്ക് 2 പേർക്കും പ്രയോജനവുമില്ല. അതുകൊണ്ട് ഈ കാര്യം കേൾക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല. നമുക്കിവിടെ നിർത്താമെന്ന്. സോക്രട്ടീസിന്റെ ഈ വാക്കുകൾ ഒന്ന് മനസ്സിന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് എന്റെ പ്രിയ കൂട്ടുകാരെ, നിനക്ക് പറയാൻ കഴിയുന്നതെല്ലാം പറയാനുള്ള അവകാശമുണ്ടാകാം, പക്ഷേ പറയേണ്ടതെല്ലാം പറയേണ്ടതില്ല. ഒരാളുടെ അഭാവത്തിൽ അവന്റെ പേര് കീറുന്നത് നിന്റെ നാവിന്റെ ശക്തിയല്ല, മറിച്ച് നിന്റെ മനസ്സിന്റെ ദൗർബല്യമാണ്. മൗനം പലപ്പോഴും പരദൂഷണത്തേക്കാൾ പുണ്യമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം സന്ധ്യ. താങ്ക് യു.